മോചനം വൈകുന്നതിൽ ആശങ്കയോടെയാണ് ബന്ധുക്കളും നിയമസഹായ സമിതിയും ഇപ്പോൾ നിൽക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതിനാൽ സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. സാനിയോ മനോമിയുടെ റിപ്പോർട്ടിലേക്ക്. അബ്ദുൾ റഹീമിൻ്റെ മോചനം വീണ്ടും വൈകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയാണ് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ആ ദിവസം എന്നാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ നിയമസഹായ സമിതിയുടെ അംഗങ്ങളും മറ്റും നമുക്കിപ്പോൾ ഉണ്ട്. എന്താണ് അവിടെ നിന്ന് കിട്ടുന്നൊരു വിവരം? എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കോടതിയുടെ സിറ്റിംഗ് കഴിഞ്ഞു. അതിൽ അവർ കഴിഞ്ഞ തവണ നവംബർ 17 സിറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളിൽ കോടതി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നമ്മുടെ അഡ്വക്കേറ്റ്സ് അതിനെ ഖണ്ഡിച്ചു. അത് ആ കാര്യങ്ങൾ അവിടെ ചർച്ചയായി. അപ്പോൾ അത് പ്രകാരം അത് കൂടുതൽ പഠിക്കാനും അതിൻ്റെ വിധി പറയാനുമായി അടുത്തൊരു സമയത്തേക്ക് മാറ്റി വെക്കുന്നു എന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. ആ പ്രതീക്ഷ നമുക്ക് അസ്തമിക്കത്തില്ല. ഒരു 1-2 ആഴ്ച കൂടി അത് നീളും. അത് കൃത്യമായി റഹീമിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി ആയിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. റഹീമുമായി ബന്ധപ്പെട്ടിരിക്കുമല്ലോ സ്വാഭാവികമായി മുൻപ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു റഹീം വെച്ചിരുന്നത്. തീർച്ചയായും റഹീമിൻ്റെ റഹീം ഇന്നലെയും വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചപ്പോഴും ഇന്നൊരു പോസിറ്റീവായിട്ടുള്ള വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അബ്ദുൾ റഹീമിൻ്റെ സഹോദരനും നമുക്കിപ്പോൾ ഉണ്ട്. അതായത് ഇത് നമ്മൾ ഇന്നൊരു പ്രതീക്ഷിച്ചതാണ്, ഇന്നൊരു അനുകൂലമായ വിധി വരുമെന്ന്. അത് വല്ലാത്ത നിരാശ ഉണ്ടാക്കുന്നുണ്ടോ? എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഓരോ ഡേറ്റ് പറയുമ്പോഴും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡേറ്റ് വന്നു, അതിന് മുമ്പത്തെ ഡേറ്റ് വന്നു. അപ്പോൾ ഓരോ ഡേറ്റ് വരുമ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇതിപ്പോഴും പറയുന്നത് നീട്ടിവെച്ചു, മാറ്റിവെച്ചു. എന്താണ് അതിനൊരു കാരണം എന്താണെന്നുള്ളത് ഒരു അവ്യക്തത നിൽക്കുന്നുണ്ട്. കാരണം കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞു, കോടതി അംഗീകരിച്ചു. കോടതി വഴിയാണ് ക്യാഷ് കൊടുത്തത്. പിന്നെ ജൂലൈ 2 വധശിക്ഷ റദ്ദ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് പ്രൊസീജിയറാണ് അവിടെ കിടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. 18 വർഷം ജയിലിൽ കിടന്നിട്ടും ജൂലൈ 2 റദ്ദ് ചെയ്ത് ക്യാഷും കൊടുത്തു എല്ലാം ആയിട്ടും ഇങ്ങനെ നീണ്ടു പോകുന്നു. എന്താണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ ഈ വിദേശകാര്യ മന്ത്രാലയം ഇവർ ഇടപെട്ടിട്ട് എന്താണെന്നുള്ളവർ പഠിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ നമ്മളിങ്ങനെ എത്രച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം ഉമ്മയടക്കമുള്ള ആളുകൾ വലിയ പ്രയാസത്തിലാണ്. അവർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാനോ ഒന്നും തയ്യാറാകുന്നില്ല. കാരണം വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഓരോ ഡേറ്റ് പറയുന്നതിനനുസരിച്ച് പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നവംബർ 17 ആദ്യം കേസ് വെച്ച് ആ സമയത്ത് അന്നും മാറ്റിവെച്ചു, ഇന്ന് വീണ്ടും മാറ്റിവെക്കുന്നു. ഇത്തരത്തിൽ പ്രതീക്ഷ അറ്റുപോകുമോ എന്നുള്ളൊരു പേടിയിലാണ് റഹീമിൻ്റെ കുടുംബം. നിയമസഹായ സമിതി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുകൂടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. മലയാളികൾ ഒറ്റക്കെട്ടായാണ് റഹീമിന്റെ മോചനത്തിനായി പ്രവർത്തിച്ചത്. 18 കൊല്ലമായി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനം 34 കോടി ദയാധനമെന്ന ഉപാധിയിലെത്തിയപ്പോൾ കേരളം ഒന്നാകെ കൈകോർത്ത് കൈയയച്ച് സഹായിച്ചു.